മനസ്സിലായില്ല, നിങ്ങൾക്ക് പറഞ്ഞ ചിലപ്പോൾ തിരിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ ഔലിയാക്കന്മാരെ തേടി ഓടാൻ മാത്രം നമ്മൾ യോഗ്യതയുള്ളവരാണോ ഔലിയാക്കന്മാരെ കണ്ടുപിടിക്കാൻ? മറിച്ച് ഔലിയാക്കന്മാരാണ് നമ്മുടെ മനസ്സിന്റെ ദാഹം അറിയുന്നവർ, ആ റൂട്ടിലേക്ക് ആരെയാണ് പറ്റുക എന്നറിയുന്നവർ. എന്ന് വിചാരിച്ച് സിയാറത്തിന് പോകണ്ടെന്നോ, ഒരു വലിയുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി പൊരുത്തം വാങ്ങണ്ടെന്നോ, മഹത്തുക്കളുടെ അടുക്കൽ സിയാറത്ത് ചെയ്യണ്ടെന്നോ ഒന്നുമല്ല. ഔലിയാക്കന്മാരെ തേടി ഓടി എവിടെങ്കിലും പോയി അപകടപ്പെട്ടു പോകണ്ട. നിനക്ക് അല്ലാഹു ഒരു വലിയന്റെ തർബിയത്ത് അല്ലാഹു ഖദാക്കിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹു അവിടേക്ക് എത്തിച്ചു തരും എന്നാണ് ഞാൻ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. അല്ലാഹു തആല ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലമിന്റെ പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാറ്റഗറിയാണ് ഔലിയാക്കന്മാരുടെ ലോകം. ഈ ഒരു സദസ്സ് കൊണ്ട് പറഞ്ഞാൽ തീരാത്തതാ. ഔലിയാക്കന്മാരുടെ ഏറ്റവും വലിയ സ്ഥാനമുള്ളവർ അഖ്താബുകളാണ്, ഖുതുബുകളാണ്. ലോകത്തറിയപ്പെട്ട പ്രധാനപ്പെട്ട 5 ഖുതുബുകളാണ്. അതിലൊന്നാമത്തെ ഖുതുബാണ് അബ്ദുൽ ഖാദിർ ജീലാനി, രണ്ടാമത്തെ അഹ്മദുൽ കബീർ റിഫായി, മൂന്നാമത്തത് സയ്യിദുനാ അഹ്മദുൽ ബദവി, നാലാമത്തെ ഇബ്രാഹിം അദ്ദസൂഖി, അഞ്ചാമത്തത് മഹാനായ ഇമാം ശാദുലി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ളവരാൽ ഔലിയാക്കന്മാരുടെ നിയന്ത്രിക്കുന്ന ഔലിയാക്കന്മാർ. അതിലൊന്നാം സ്ഥാനത്തുള്ളവരാണ് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ. ഖുതുബുകൾ കഴിഞ്ഞാൽ ഔലിയാക്കന്മാരുടെ കാറ്റഗറിയിൽ അത് അദൃശ്യലോകത്ത് ഒരു ഇമാമുണ്ടാകും, അദൃശ്യലോകത്ത് അവരെ നിയന്ത്രിക്കുന്ന ഒരു ഇമാമുണ്ടാകും. 2 ഇമാമിങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് ദൃശ്യലോകത്തുണ്ടാകും, അദൃശ്യലോകത്തൊരു ഇമാമുണ്ടാവും. മാത്രമല്ല അത് കഴിഞ്ഞാൽ 4 അബ്ദാലുകളാണ്. ഔലിയാക്കന്മാരിൽ പിന്നെയുള്ളത് 4 അബ്ദാലുകളാണ്. അവർ 4 ദിക്കും ഭരിക്കുന്നവരാണ്. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറ് പ്രദേശങ്ങളിൽ അവർ ഭരണം നടത്തുന്ന ആത്മീയ ലോകത്തെ നേതാക്കന്മാരാണ് അബ്ദാലുകൾ. പിന്നെയുള്ളത് 12 പേരാണ്. നുജബാക്കൾ എന്ന് പറയുന്ന പട്ടികയാണ്. പിന്നെയുള്ള നുഖബാക്കൾ 8 പേരാണ്. അതുപോലെ ഔതാദുകൾ 7 വൻകര ഭരിക്കുന്ന ആത്മീയ ലോകം നിയന്ത്രിക്കുന്ന 7 വലിയ വലിയ മഹാന്മാരായ ഔതാദുകളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പരിസരത്ത് വളരെ വിനീതനെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, ചില്ലറ ലോകമല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ മഹബത്ത് വെച്ചോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം നമുക്ക് ലഭിക്കും. അതിലൂടെ അല്ലാഹുവിന്റെ പൊരുത്തം നമുക്ക് ലഭിക്കും. അതിലൂടെ നമുക്ക് സ്വർഗ്ഗതീരത്തെത്താം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഖുതുബുൽ ആലമിന്റെ കറാമത്തുകൾ അബൂബക്കർ ഉസ്താദ് അവർകൾ അല്പം മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച പല ആളുകളും മഹാനായ ഖുതുബുൽ ആലമിന്റെ കറാമത്തുകൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ തീരാത്ത ആയിരക്കണക്കിന് കറാമത്തുകൾ, 10,000-കണക്കിന് കറാമത്തുകൾ ഉള്ളവരാണ്. പന്തീരങ്കാവ് കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 2 ദിവസത്തെ പ്രഭാഷണത്തിന് പോയി. പന്തീരങ്കാവിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് പോകണം, രാമനാട്ടുകര ബൈപ്പാസിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് പോകണം. ഞാനിപ്പോൾ അബൂബക്കർ ഉസ്താദിനോട് ആ സ്ഥലം ചോദിച്ചു, എന്നോട് ആ സ്ഥലം പറഞ്ഞു, ഞാൻ മറന്നുപോയി. സുബ്ഹാനല്ലാഹ്. അവിടെ ബഹുമാനപ്പെട്ട ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് 4 കൊല്ലം അവിടെ താമസിച്ച സ്ഥലമാണ്. ഇന്നും അവിടുത്തെ 100 കണക്കിന് കറാമത്തുകൾ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ അവിടെയുണ്ട്. അവിടെ വലിയ ഒരു മലയുണ്ട്, വലിയ പൊക്കമുള്ള ഒരു പർവ്വതം, ഒരു മല. അതിന്റെ മുകളിലേക്ക് എല്ലാ ദിവസവും ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എല്ലാ ദിവസവും കയറും. അവിടെ ജിന്നുകൾക്ക് ദർസ് നടത്തുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ബറക്കത്തിന് വേണ്ടി പലരും കയറാറുണ്ട്. അപ്പൊ ഇതെന്നോട് ചെറുപ്പക്കാർ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് കയറാം. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ കേറിയപ്പോൾ എന്നോടൊപ്പം കയറാൻ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചിറിയിൽ ഇങ്ങനെ മുച്ചുറി പോലെ ചിറി ഇങ്ങനെ മടങ്ങിയിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, ഇത് ജനിച്ചപ്പോഴേ ഉള്ളതാണോ? അപ്പോൾ തൊട്ടടുത്ത് നിന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇത് സിയം വലിയുല്ലാഹി തങ്ങളുടെ കുട്ടിയാണ്. ശരിക്കും ശ്രദ്ധിക്കണം, ഇത് സിയം വലിയുല്ലാഹിയുടെ കുട്ടിയാണ്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു രഹസ്യം അതിലുണ്ട്. ഞാൻ വളരെ ആകാംക്ഷയോടെ ചോദിച്ചു, എന്താണ് വിഷയം ഉസ്താദേ? ഇയാൾ എന്റെ മുമ്പിലുള്ള ആളിനെ കുറിച്ചാ പറയുന്നത്. ഇത് എവിടെങ്കിലും വായിച്ചതല്ല, ആരെങ്കിലും പറഞ്ഞു കേട്ടതല്ല. എന്റെ മുമ്പിൽ ഞാൻ സാക്ഷിയായ ഒരു സംഭവമാണ് ഈ സദസ്സിനോട് അള്ളാഹുവിനെ സാക്ഷിയാക്കി പറയുന്നത്. എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഇയാൾ ജനിച്ച സമയത്ത് പ്രസവിച്ചുടനെ മരിച്ച ആളായിരുന്നു, മരിച്ചുപോയ ആളായിരുന്നു, പ്രസവിച്ചുടനെ മരിച്ചുപോയി. സിയം വലിയുല്ലാഹി ബഹുമാനപ്പെട്ടവർ അന്ന് ആ നാട്ടിലുണ്ട്. തന്റെ പ്രിയപ്പെട്ട പിതാവ് തന്റെ കുഞ്ഞു മകൻ മരിച്ചുപോയ വിഷമം പറയാൻ ബഹുമാനപ്പെട്ട ശൈഖുനയുടെ അടുക്കൽ വന്നു. ശൈഖുനാ, എന്റെ കുഞ്ഞു മരിച്ചുപോയി, ദുആ ഇറക്കണം.
ബഹുമാനപ്പെട്ട ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുന്ന് പറയുകയാണ്, ആര് പറഞ്ഞടാ നിന്റെ കുഞ്ഞു മരിച്ചെന്ന്? ഒറ്റ ചോദ്യമാണ്. രാജാവിനേക്കാളും പവറുള്ള വാക്കാണ്. വലിയ രീതിയിലാണ്, വലിയ ഒരു വല്ലാത്തൊരു ഓർഡർ ഇട്ടുള്ള സംസാരമാണ് ബഹുമാനപ്പെട്ടവരുടേത്. ആര് പറഞ്ഞടാ മരിച്ചെന്ന്? അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു സംശയം തോന്നി. നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടിയതാ മോർച്ചറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പൊതിഞ്ഞ്, അതാ കഫൻ തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞിനെ ഒന്നടിച്ചു നോക്കിയപ്പോൾ ഹൃദയം അപ്പോഴും പൾസ് ചെയ്യുകയാണ്. ഉടനെ അടിയന്തരമായ ഒരു ഓപ്പറേഷന് വിധേയമാക്കി. ആ ഓപ്പറേഷന്റെ അടയാളമാണ് ആ വാവായുടെ ഭാഗത്ത്, ചുണ്ടിന്റെ ഭാഗത്ത് കാണുന്നത്. ഇപ്പോഴും നല്ല ആഫിയത്തോടെ ആ ചെറുപ്പക്കാരൻ ജീവിക്കുകയാണ്. അല്ലാ, അങ്ങനെ എത്ര അനുഭവങ്ങളാണ്. വൈദ്യശാസ്ത്രം മരിച്ചെന്ന് വിധി എഴുതിയ ആളുകൾ ഇപ്പോഴും താമസിക്കുന്നത്. എന്നോട് അല്പസമയം മുമ്പ് അബൂബക്കർ ഉസ്താദ് റൂമിലിരുന്നപ്പോൾ സമാനമായൊരു സംഭവം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുലൈഖ എന്നാണെന്ന് തോന്നുന്നു ആ പേര്. സുലൈഖയോ സുബൈദയോ, എന്റെ പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് ജില്ലയിൽ മരിച്ചെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ആ സഹോദരി ബഹുമാനപ്പെട്ടവരുടെ കറാമത്ത് കൊണ്ട് അല്ലാഹു റൂഹ് കൊടുത്തിട്ടില്ല. ആ അത്ഭുതത്തിൽ ജീവിച്ചു വന്ന ആ സഹോദരി ഇപ്പോഴും കോഴിക്കോട് ജില്ലയിൽ ജീവിക്കുന്നുണ്ട് എന്ന് എന്നോട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் പറഞ്ഞു അല്പം മുമ്പ്. അല്ലാ, നിങ്ങൾക്കറിയോ മഞ്ചേരിയിലുണ്ട് ഒരാൾ, ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട കണിയാപുരം അബ്ദുർ റസാഖ് തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട അമ്പങ്ങുന്ന് ബീരാനുപ്പാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവരുടെ ഹയാത്തിന്റെ കാലം ഒരു ഉമ്മ ഉണ്ടായിരുന്നു. ആ ഉമ്മയ്ക്ക് ഈ മഹത്തുക്കളോടൊക്കെ വലിയ ഇഷ്ടമുള്ളൊരു ഉമ്മയായിരുന്നു. തന്റെ പ്രിയപ്പെട്ട മകന് 7 വയസ്സുള്ള മകന് വല്ലാത്ത രോഗമായി, 6 or 7 വയസ്സുള്ള മകന് വല്ലാത്ത രോഗമായി, കഴുത്തിന്റെ പുറകിൽ വലിയ വ്രണമായി. ശ്രദ്ധിക്കണേ. അങ്ങനെ ഡോക്ടർമാര് പറഞ്ഞു 4 or 5 ദിവസത്തിന്റെ ഉള്ളിൽ ഈ കുഞ്ഞു മരിച്ചു പോകും, ഇനി ഒരു ചികിത്സയില്ല, വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ. ആ ഉമ്മ ഈ കുഞ്ഞിനെയും ഭാര്യയെടുത്ത് അല്ലാ നേരെ മഹാനായ അമ്പങ്ങുന്ന് ബീരാനും പാപ്പ, അന്ന് ഹയാത്തുള്ള സമയമാണ്, അവരുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് പറഞ്ഞു, എനിക്കെന്റെ കുഞ്ഞിനെ വേണം, എനിക്കെന്റെ കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞാൽ ഓർഡറല്ല, സ്നേഹം കൊണ്ട് പറയുകയാണ്. ബഹുമാനപ്പെട്ട അമ്പങ്ങുന്ന് ബീരാനുപ്പാപ്പയോട് 1 തവണ പറഞ്ഞു, മിണ്ടുന്നില്ല. 2 തവണ പറഞ്ഞു, മിണ്ടുന്നില്ല. 3ാമത്തെ തവണ പറഞ്ഞു, എനിക്കെന്റെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അമ്പങ്ങുന്ന് ബീരാനുപ്പാപ്പ പറഞ്ഞു, മരിക്കും മരുന്നും കൊണ്ടുവരും. മരിക്കും മരുന്നും കൊണ്ടുവരും. ആ പറഞ്ഞതിൽ എന്തോ സിറുണ്ട് എന്ന് മനസ്സിലാക്കി. ഇനി ചോദിക്കുന്നത് അതവല്ലല്ലോ എന്ന് വിചാരിച്ച് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നു. 3-4 ദിവസത്തിന്റെ ഉള്ളിൽ ആ കുഞ്ഞു മരിച്ചുപോയി. ഇന്നാലില്ലാഹ്. പള്ളിയിൽ അനൗൺസ് ചെയ്തു, ഖബർ ഒരുങ്ങി. മയ്യത്ത് പൊതിഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം മഹാനായ സയ്യിദുനാ വ മലാദുനാ വ മൽജഉനാ ഖണിയാപുരം തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മുടിക്കൽ മഖാമിലെ രാജാവ്, അവര് നടന്നു വരികയാണ്. അല്ലാ, ആള് കൂടി നിൽക്കുന്നുണ്ട്. എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇവിടുത്തെ കുട്ടി മരിച്ചുപോയി. എവിടെ? അകത്ത് റൂമിലാണ്, കഫൻ പൊതിയാണ്. എല്ലാരും റൂമിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ ആ റൂമിന്റെ ഉള്ളിൽ കയറി. എന്നിട്ട് ആ മയ്യത്തിനെ ഒരടി കൊടുത്തിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞു. ഉറക്കിലും എഴുന്നേൽക്കുന്നത് പോലെ മുഹമ്മദ് ഫാറൂഖ് എന്ന് പറയുന്ന ആ കുട്ടി അതാ കഫൻ തുണിയിൽ നിന്നും എഴുന്നേറ്റ് കുടഞ്ഞെഴുന്നേറ്റ് വരിക. ഞാൻ ഇത്ര കൃത്യമായി പറയും, ഈ സോഷ്യൽ മീഡിയയും ഈ ലൈവും ഒക്കെ ഉള്ള സമയത്ത് ഞാൻ ഇത്ര ധൈര്യത്തോടെ പറയാനുള്ള കാരണം 2-3 ദിവസത്തിന് മുമ്പ് ആ ഫാറൂഖ് ഉസ്താദ് എന്നെ ഫോൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 70 വയസ്സിനടുത്തുണ്ടാവും. മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ പയ്യനാട് റൂട്ടിൽ ചെറുകുളം ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇടതുഭാഗത്തായിട്ട് ആ പൊക്കത്തിലിരിക്കുന്ന ഒരു വീടുണ്ട്. ഞാൻ 17 ദിവസം ഉസ്താദിനോടൊപ്പം ഞാൻ ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ആ ഉസ്താദ് ഹയാത്തിലായി എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട കണിയാപുരം തങ്ങളുടെ മടിയിൽ അതാ ഒരു പൊതി വെച്ചിട്ടുണ്ട്, ഒരു മരുന്നുണ്ടായിരുന്നു. ആ മരുന്ന് ഉമ്മയെ വിളിച്ചുകൊണ്ട് ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ആ മുറിവുള്ള ഭാഗത്ത് ഇത് പുരട്ടിക്കോ, ശിഫയായിക്കൊള്ളും. അല്ലാ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. അമ്പങ്ങുന്ന് ബീരാനുപ്പാപ്പ പറഞ്ഞതെന്താണ്? മരിക്കും മരുന്നും കൊണ്ടുവരും, മരിക്കും മരുന്നും കൊണ്ടുവരും. തീരുമാനമായില്ലേ?
അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അതിന് അള്ളാഹു തആല വലിയ അധികാരം കൊടുത്തിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, അത് നിസ്സാരക്കാരല്ല, അവര് നിസ്സാരമായ ആളുകളല്ല. ഒരു ഫാത്തിഹ നിത്യമായി ഏതെങ്കിലും ഒരു വലിയന്റെ പേരിൽ ഓതിക്കോളൂ, ഈമാനില്ലാതെ നമ്മൾ മരിച്ചു പോവില്ല. ആ മഹബത്ത് നല്ല മഹബത്താകണം. ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആയിരക്കണക്കിന് അത്താണിയായിട്ട് ഇപ്പോഴും നമ്മുടെ മനുഷ്യ മനസ്സുകളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മഹാനാണ്. അതാ മനാമുകളിലൂടെ വലിയ തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാനാണ്. ഇന്നലെ എന്നോട് എന്റെ പള്ളിയിൽ, ഞാൻ കൊല്ലം ജില്ലയിൽ തട്ടാമല ജുമാ മസ്ജിദ് എന്ന് പറയുന്ന 2 മക്ബറയുള്ള NH-ന്റെ സൈഡിലുള്ള 984 പള്ളിയിൽ ഹൗദ് കുഴിക്കാൻ വേണ്ടി, ഹൗദിന് വേണ്ടി കുഴിയെടുത്തപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഖബർ പൊങ്ങി വന്നു. ആ വലിയുള്ളയും അതുപോലെ അവിടെ തന്നെ ജീവിച്ച് വഫാത്തായ വലിയ മഹാൻ ആലപ്പുഴത്തങ്ങളും ഖദ്ദസല്ലാഹു അസ്റാറഹുമാന വനഫഅല്ലാഹു ബിഹിമാ ഫിദ്ദാറൈൻ ആമീൻ. മഹാന്മാരായ 2 മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കൊല്ലം ജില്ലയിൽ അറിയപ്പെട്ട പഴയ പുരാതന മഹല്ലാകുന്ന തട്ടാമല ജുമാ മസ്ജിദിൽ എളിയ സേവനം അനുഷ്ഠിക്കുന്ന ആളാണ് ഞാൻ. ഇന്നലെ പുതിയൊരു ദറസ് ഇവിടെ ആരംഭിച്ചു, ഒരു ഹിഫ്ദിന്റെ ദറസ്. ആ ഉസ്താദ് വന്നപ്പോൾ ഇങ്ങനെ, ഞാൻ ഇന്നത്തെ പരിപാടി കാസർഗോഡാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ വളരെ ഇഷ്ടപ്പെടുന്ന അവിടുത്തെ ഒരു മുരീദിന്റെ പരിപാടിയാണെന്നൊക്കെ ഞാൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു. ശൈഖുനാന്റെ പരിപാടിക്ക് പോകുമ്പോൾ സാധാരണ ഒരു വയൽ പറയുന്ന പോന്നോലല്ല, നമുക്കത് കൽബിന് വല്ലാത്തൊരു റാഹത്താണ്. കാരണം ഈ സദസ് കൊണ്ട് പല നേട്ടങ്ങളും നമുക്കുണ്ടാവും, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാവും. ഇതൊരു സാധാരണ വയലിന്റെ സദസ്സിൽ ഇരിക്കുന്നത് പോലത്തെ ഇരുത്തല്ല നിങ്ങൾ ഇരിക്കുന്നത്. അതിന്റെ അനുഭവമാ മഹാനായ ഖുത്ബുൽ ആലമിനോട് മഹബത്ത് വെച്ചവർക്ക് അനുഭവമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ വല്ലാത്ത പവറുള്ള മഹാനാണ്. കാരണം എന്നോടൊപ്പം പഠിച്ച കഅബ് എന്നുള്ള പേരുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. കഅബ് എന്നായിരുന്നു പേര്. ആ കഅബിന് പേര് വെച്ചത് സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആയിരുന്നു. 4 മാസം കൊണ്ട് ഖുർആൻ മനപ്പാടാക്കി. ഈ പറഞ്ഞ അവരുടെ ഉസ്താദാകുന്ന, ഇപ്പോഴും മർക്കസിലെ മദ്രസാവുന്ന കൗസർ സഖാഫി ഉസ്താദിന് പേര് വെച്ചതാരാണ്? അല്ലേ? കൗസർ സഖാഫി അല്ലേ? അബൂബക്കർ നമ്മുടെ ഹൈഫുദ്ദീൻ ഉസ്താദ് പേര് വെച്ചത് മഹാനായ ഖുത്ബുൽ ആലമാണ്. ഗാലിബ് സഖാഫി ഉണ്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല മനോഹരമായ ഖിറാഅത്ത് ഓതുന്ന. ഇന്ന് വിദേശ രാഷ്ട്രത്തിലോ മറ്റോ അറബികളെ തട്ടിക്കൊണ്ടുപോയി നമുക്ക് ഇമാമിക്കണമെന്ന് പറഞ്ഞിട്ട്. അത്രയും നല്ല മനോഹരമായ ചെറിയ സമയം കൊണ്ട് ഹിഫ്ദ് കിട്ടിയിട്ടില്ല. ആ ഗാലിബ് സഖാഫിക്കും പേര് വെച്ചത് മഹാനായ ഖുത്ബുൽ ആലം സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസാണ്. എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ മുന്നിലും പരിസരത്തുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പരിസരത്തുള്ള ഉമ്മ പെങ്ങന്മാർ, നമുക്ക് മഹാനായ ഖുത്ബുൽ ആലമിന്റെ കൈപിടിക്കാൻ പറ്റിയിട്ടില്ല, അവിടുത്തോടൊരു സലാം പറയാൻ പറ്റിയിട്ടില്ല. അവിടുത്തെ രാജപറവിടെയുള്ള ആത്മീയമായ സദസ്സിന്റെ മുന്നിൽ വന്ന് അതപോടെ നിന്നുകൊണ്ട് ശൈഖുനാ ഒന്ന് ദുആരക്കടേ, ഞങ്ങളെ ഒന്ന് കൈപിടിക്കണേ, ഒന്ന് സലാമത്തിന് വേണ്ടി ദുആരക്കടേ എന്ന് അവിടുത്തെ കേൾക്കുന്ന രൂപത്തിൽ അവിടുത്തെ ഹയാത്തിൽ വന്നുകൊണ്ടൊന്ന് ദുആരപ്പിക്കാനോ ഒരു സലാം പറയാനോ അവിടുത്തെ കൈപിടിച്ചു മുത്താനോ അവിടുത്തെ ശബ്ദമൊന്ന് കേൾക്കാനോ ഭാഗ്യമില്ലാത്ത സാധുക്കളായ നമ്മൾ നമുക്ക് കിട്ടിയ ഭാഗ്യങ്ങളാ. നമുക്ക് അല്ലാഹു തന്ന തൗഫീഖാണ് ഇതുപോലെയുള്ള അവരുടെ പൊരുത്തവും നിർദ്ദേശവും കൊണ്ട് ഇന്ന് ആത്മീയമായ അത്ഭുതങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന ഈ അബ്ദുല്ലാ ഉസ്താദിന്റെ സദസ്സിൽ പങ്കെടുക്കാൻ, കേന്ദ്രങ്ങളെ സഹായിക്കാൻ, അവരോടൊരു ദുആ വസിയത്ത് ചെയ്യാൻ. കാരണം പലവട്ടം ഖുത്ബുൽ ആലം ഈ ഉസ്താദ് അവരോട് പറഞ്ഞു, പേടിക്കണ്ട, അത് റാഹത്തായിക്കോളും, ആ രോഗം മാറിക്കോളും, നിങ്ങൾ ചികിത്സിച്ചോളൂ, എല്ലാം റാഹത്താകും. അവിടുന്ന് ചികിത്സിക്കാനുള്ള അനുവാദം കൊടുത്തത് ഖുത്ബുൽ ആലമിന്റെ നാവ് കൊണ്ടാണ്. വെറുതെയല്ല എന്റെ പ്രിയപ്പെട്ടവരെ. ഓരോ വർഷം കഴിയുമ്പോ അല്ലാ ഇവിടെ ഉണ്ടാകുന്ന മാറ്റം ചെറുതല്ലല്ലോ, ഇവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ചെറുതല്ലല്ലോ, ഇവിടെ ഉണ്ടാകുന്ന പ്രശ്ന പരിഹാരങ്ങളുടെ കണക്ക് കുറഞ്ഞതല്ലല്ലോ. ഏതൊക്കെ പൈശാചികമായ, സാമ്പത്തികമായ, ശാരീരികമായ, കുടുംബപരമായ, തൊഴിൽ സംബന്ധമായ, വാഹന സംബന്ധമായ, വസ്തു സംബന്ധമായ, ഭവന സംബന്ധമായ, പഠന സംബന്ധമായ ഏതെല്ലാം മനുഷ്യതലത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രയാസം
പ്രയാസങ്ങളുണ്ടോ, അവിടുന്ന് ഖുത്ബുൽ ആലം സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുന്ന് കൊടുത്ത ഇജാസത്തിന്റെ പവർ കൊണ്ട് അല്ലാഹു എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരം കൊടുക്കുന്നത് ഈ കേന്ദ്രത്തിലെ നിത്യ സംഭവമാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മക്കളുടെ കാര്യം പറയുമ്പോൾ ഉസ്താദിന്റെ കണ്ണ് നിറയാറുണ്ട്. ഉസ്താദ് ഉദ്ദേശിച്ചതുപോലെ മക്കളെ ആലിമീങ്ങളാണ്. പടച്ചവനെ നല്ല മഅരിഫത്തുള്ള മക്കളാക്കണേ അല്ലാഹ്. കുടുംബത്തിൽ വലിയ ബറക്കത്തും റാഹത്തും നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വിശാലമായി സംസാരിക്കുന്നില്ല, ചുരുക്കുകയാണ്. അതുകൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഒന്ന് ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ പ്രസ്ഥാനത്തെ ഏറ്റെടുക്കേണ്ട പ്രാർത്ഥന കൊണ്ട് ശാരീരികമായി, സാമ്പത്തികമായി, ധാരാളം ഉമ്മമാര്, സഹോദരിമാര് പുരുഷന്മാരെക്കാൾ ഇരട്ടിക്ക് അൽഹംദുലില്ലാഹ് നമ്മുടെ പരിസരത്തുണ്ട്. അവർക്കും വേണ്ടി ദ്വാരക്കണം. അല്ലാഹു ആ ഉമ്മമാര് സഹോദരിമാർക്ക് ഖൈറും ബറക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മമാരെ, സഹോദരിമാരെ, ഇത് കാസർഗോഡ് ജില്ലയിലാണ് ഞാൻ സംസാരിക്കും. പല ട്രെൻഡുകളും തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്നൊരു ട്രെൻഡ് തുടങ്ങി കണ്ണൂർ വഴി, കോഴിക്കോട് വഴി. ഞാൻ NH മാത്രം കൂട്ടുകയാണ്. സൈഡിലുള്ള കോട്ടയമോ പത്തനംതിട്ടയോ പാലക്കാടോ ഒന്നും ഞാൻ കൂട്ടുന്നില്ല. നേരെ NH വഴി ഞാനൊന്ന് കൂട്ടി നോക്കുകയാണ്. കണ്ണൂർ വഴി, കോഴിക്കോട് വഴി, മലപ്പുറം, തൃശ്ശൂര്, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. ഇങ്ങനെ തിരുവനന്തപുരത്ത് ഇവിടുന്ന് ഒരു ട്രെൻഡ് തുടങ്ങി അവിടെ എത്തുമ്പോഴേക്ക് ഇവിടെ ഔട്ട് ഓഫ് ഫാഷൻ ആവും. ഇവിടെ അടുത്ത് തുടങ്ങും. ഇപ്പോഴത്തെ അവസ്ഥയാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമുക്ക് ട്രെൻഡിന്റെ പുറയിൽ പോയാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം കിട്ടൂല. എന്നാലോ വലിയ ഔലിയാക്കന്മാരും വലിയ സ്വഹാബികളടക്കമുള്ള മഹാന്മാർ ഉമ്മ വച്ചുറങ്ങുന്ന പരിശുദ്ധമായ ഇജാബത്തിന്റെ ഖബൂലിയത്തിന്റെ മണ്ണാണ് കാസർഗോഡ്. വലിയ വലിയ ആലിമീങ്ങളുടെ മണ്ണാണ് കാസർഗോഡ്. വലിയ വലിയ സ്ഥാപന സമുച്ചയങ്ങൾ, തലയെടുപ്പുള്ള ആത്മീയ കേന്ദ്രങ്ങളുള്ള മണ്ണാണ് കാസർഗോഡ്. വലിയ ആത്മീയമായ വിലാസങ്ങളുള്ള മണ്ണാണ് കാസർഗോഡ്. നാം അതിന്റെയൊക്കെ തണലിലും തണുപ്പിലും തലോടലിലും തഴുകളിലും ആത്മീയമായ ജീവിതം നയിക്കണം. ഉമ്മമാരെ, ഭർത്താക്കന്മാരോട് അദബ് വേണം. അവരെ ഒരു വാക്കുകൊണ്ട് പോലും വഞ്ചിക്കാൻ പാടില്ല. വീടിന്റെ സ്വകാര്യ റൂമുകളിൽ പോലും അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന നെറ്റ്വർക്കുകളുടെ ലോകമാണ്. ഇവൻ അപകടത്തിൽപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത അപകടകരമായ കാലമാണ്. അള്ളാഹുവിനെ പേടിച്ചിട്ടല്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. ഒരാൾക്കും മറ്റൊരാളെ വറുതിയിലാക്കാൻ പറ്റാത്ത വല്ലാത്തൊരു ലോകമാണ്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ നഫ്സിനെ, നിങ്ങളുടെ ആത്മീയ ലോകത്തെ നിങ്ങൾ സുരക്ഷിതമാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വലിയ ഉത്തരവാദിത്തമാണ് ഭർത്താക്കന്മാരോടുള്ളത്. അവരുടെ പൊരുത്തം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അല്ലാഹു നമുക്ക് സമ്മാനിച്ച വലിയ ആത്മീയ സമ്മാനങ്ങളാണ്. നമുക്ക് ആഖിറത്തിൽ അവരെ കൊണ്ട് രക്ഷപ്പെടാനുണ്ട്. എത്ര പ്രിയപ്പെട്ട മക്കൾ ഇവിടെ നിന്ന് ഹാഫിളത്തായി, പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ഇവിടെ നിന്ന് ആ മക്കൾ ഇങ്ങനെ ആ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ പേര് പറയുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റാതെ സന്തോഷത്തോടെ കരഞ്ഞ ഉപ്പമാരും ഉമ്മമാരും പരിസരത്തുണ്ട്. ആ മക്കളോടുള്ള സ്നേഹം, പടച്ചവനെ എന്റെ മകൾ ഹാഫിളത്തായി, ആ ഒരു സമയം, ആ ഒരു വല്ലാത്ത മൂമെന്റ്, അല്ലാഹുവേ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞു ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നമ്മോട് അഭിസംബോധന ചെയ്യും. ദുആ മജ്ലിസ് തുടങ്ങുകയാണ്. ഇനി ഒരാളും പുറത്തു നിൽക്കാൻ പാടില്ല. പരിസരത്തിലുള്ള എല്ലാ ചെറുതും വലുതുമായ ആളുകളും മുഴുവൻ ആളുകളും ഈ സദസ്സിലേക്ക് കടന്നിരിക്കണം. ഉമ്മമാരെ, സഹോദരിമാരെ, നല്ല അച്ചടക്കത്തോടെ നമുക്ക് ജീവിക്കണം.
അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ്, ഉമ്മമാരോട് മാത്രമല്ലല്ലോ, സഹോദരങ്ങളാകുന്ന നമ്മളും പ്രിയപ്പെട്ട ഭാര്യമാരോട് ഇക്റാമ് ചെയ്യണം, അവരെ ബഹുമാനിക്കണം. ഭർത്താക്കന്മാരെ മാത്രം ബഹുമാനിച്ചാൽ പോരാ, ഭാര്യമാരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന ജീവിതത്തിൽ ഒരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഒരനുഭവം, ഒറ്റ തവണ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല. എന്താണ്? എഴുന്നേക്കണം. ഭാര്യ കാണുമ്പോൾ ഭർത്താവ് എഴുന്നേക്കണം. അത് സ്നേഹത്തിന്റെ ഇക്റാമാണ്.